വടകര നഗരസഭയെ മാലിന്യമുക്തമാക്കാൻ രൂപം നൽകിയ ഹരിയാലി ഹരിതകർമ്മ സേനാംഗങ്ങൾ മലേഷ്യയിലേക്ക് യാത്ര തിരിച്ചു. ഇന്നലെ ആരംഭിച്ച യാത്രയുടെ ഫ്ലാഗ് ഓഫ് നഗരസഭ വൈസ് ചെയർമാൻ പി.കെ. സതീശൻ മാസ്റ്റർ നിർവഹിച്ചു. തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ. വടകര നഗരസഭയെ മാലിന്യമുക്തമാക്കാൻ രൂപം നൽകിയ ഹരിയാലി ഹരിതകർമ്മ സേനാംഗങ്ങൾ മലേഷ്യയിലേക്ക് യാത്ര തിരിച്ചു. ഇന്നലെ ആരംഭിച്ച യാത്രയുടെ ഫ്ലാഗ് ഓഫ് നഗരസഭ വൈസ് ചെയർമാൻ പി.കെ. സതീശൻ മാസ്റ്റർ നിർവഹിച്ചു. 2021 ഒക്ടോബർ 2-ാം തീയതി കേരളത്തിലെ ആദ്യത്തെ മാലിന്യമുക്ത നഗരസഭയായി വടകര പ്രഖ്യാപിക്കുമ്പോൾ അതിന്റെ പുറകിലെ ചാലക ശക്തിയായിരുന്നു നമ്മുടെ വടകരയിലെ ഹരിയാലി ഹരിതകർമ്മസേന. കേരളത്തിൽ തന്നെ ആദ്യത്തെ ഒരു സംരംഭം. അതുകൊണ്ട് ഹരിയാലി ഹരിതകർമ്മസേനയുടെ ചിരകാല അഭിലാഷമായ വിമാനയാത്രയും ഒരു വിദേശയാത്രയും പൂവണിയുമ്പോൾ വടകര നഗരസഭയും കേരളവും നിങ്ങളോടൊപ്പം ആഹ്ലാദചിത്തരാണ് എന്ന കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു അഭിമാനത്തോടു കൂടി. വടകര നഗരസഭയെ മാലിന്യമുക്തമാക്കാൻ 2017 ഹരിയാലി ഹരിതകർമ്മസേന രൂപം കൊണ്ടത്. ഇതിൽ പ്രവർത്തിക്കുന്ന 68 വനിതകളാണ് മലേഷ്യയിലേക്ക് യാത്ര തിരിച്ചത്. ഇവരുടെ യാത്രയിൽ വടകരയിലെ മാലിന്യ സംസ്കരണത്തിന് യാതൊരുവിധ മുടക്കവും വരില്ല. മലേഷ്യയിലെ മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾ ഇവർ സന്ദർശിക്കും. ഹരിയാലിയിലെ കുടുംബശ്രീ പ്രവർത്തകരുടെ ഏറെക്കാലമായുള്ള ആഗ്രഹമായിരുന്നു ഈ വിദേശയാത്ര. ആഗ്രഹം സഫലമായതിന്റെ സന്തോഷത്തിലാണ് ഹരിയാലി പ്രവർത്തകർ. സംസ്ഥാനത്ത് ആദ്യമായാണ് ഇത്രയും ഹരിതകർമ്മ സേനാംഗങ്ങൾ വിദേശ സന്ദർശനത്തിന് പോകുന്നതെന്ന് മാലിന്യമുക്തം നവകേരളം ജില്ലാ കോർഡിനേറ്റർ മണലിൽ മോഹനൻ പറഞ്ഞു. വടകര നഗരസഭയിലെ കുടുംബശ്രീ സംവിധാനമായിട്ടുള്ള ഹരിയാലി ഹരിതകർമ്മസേനയുടെ വളരെ നീണ്ട കാലത്തെ ഒരു സ്വപ്നം പൂവണിയുകയാണ് ഇന്ന്. 2017 മുതൽ ആരംഭിച്ച ഈ ഹരിയാലി ഹരിതകർമ്മസേന വടകര നഗരസഭയിലെ മാലിന്യങ്ങൾ ശേഖരിക്കുകയും അത് വടകരയിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ്. ഏകദേശം 96ഓളം വനിതകൾ, കുടുംബശ്രീ വനിതകളാണ് ഇതിനകത്തുള്ളത്. അവരുടെ ചിരകാല സ്വപ്നമായിരുന്നു ഒരു വിമാനത്തിൽ കയറി വിദേശത്ത് യാത്ര ചെയ്യണമെന്നുള്ളത്. അത് സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. മലേഷ്യയിലേക്കാണ്. അതിൽ 68 പേരാണ് പോകുന്നത്. ബാക്കിയുള്ള ആളുകൾ ഇവിടെയുള്ള മാലിന്യ ശേഖരണവും മറ്റ് സംരംഭങ്ങളും നിലനിർത്തും. ഒരു വലിയ സ്വപ്നം ഇവരുടെ ഇന്ന് സാക്ഷാത്കരിക്കുന്നു. സാധാരണ വളരെ ദാരിദ്ര്യത്തിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു വിഭാഗത്തിലുള്ള ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിമാനത്തിൽ യാത്ര ചെയ്യുക, ഒരു വിദേശത്ത് യാത്ര ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും സാധിക്കുന്ന സംഗതിയല്ല. അപ്പോൾ അവരുടെ ഒരു വലിയ ഒരു സ്വപ്നമാണ്. സാധാരണ കേരളത്തിൽ ഞങ്ങൾ പോകാറുണ്ട്, ഇന്ത്യയിൽ മറ്റ് പിന്നെ കേരളത്തിന് വെളിയിലുള്ള സംസ്ഥാനങ്ങളിൽ ഗോവയിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ വിദേശത്ത് പോകുന്നത് ആദ്യമായിട്ടാണ്. കേരളത്തിൽ തന്നെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ഒരു വിദേശ യാത്ര ഇത്രയും സ്ത്രീകൾ ഒരുമിച്ച് 68 പേർ ഒരുമിച്ച് പോകുന്നത് ആദ്യമായിട്ടാണ്. അത് അത്തരത്തിലുള്ള ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞതിൽ വേറെ സന്തോഷമുണ്ട്. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ ആയിക്കോട്ടെ. ഫാമിലി വെഡിങ് സെന്റർ.